ഇന്നലെ ഞങ്ങൾ പൂരം എക്സിബിഷൻ കാണാൻ പോയി. അപ്പോൾ രാത്രി ഒരു 7-7:30ക്കാണ് പോയത്. അപ്പോൾ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പുഴുക്കുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ 40 രൂപയാണ് ഒരാൾക്ക്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം സുഖമായിട്ട് നമുക്ക് കയറാൻ പറ്റി. പിന്നെ പതിവ് പോലെ തന്നെ ഫസ്റ്റ് സ്റ്റോള് ബെഡ്ഷീറ്റ്, പില്ലോ കവർ അതിൻ്റെയൊക്കെ തന്നെയായിരുന്നു. ഈ പ്രാവശ്യത്തെ പൂരം എക്സിബിഷൻ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് കാണാൻ പറ്റാതാവുകയോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കാണാൻ പറ്റാതാവുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ മുഴുവനായി കാണൂ. നിങ്ങൾക്ക് വിശദമായി അവിടെയുള്ള എല്ലാ സ്റ്റാളുകളും കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാഗുകളിൽ ഈ മോഡൽ ബാഗുകൾ പുതിയതായിട്ട് വന്നതാണ്. ഇത് റബ്ബറാണോ എന്താണ് മെറ്റീരിയൽ അങ്ങനെ മനസ്സിലായില്ല. അങ്ങനത്തെ കുറേ കുട്ടികൾക്ക് പറ്റുന്ന പോലെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗുകൾ വന്നിട്ടുണ്ട്. ഇത് പതിവ് പോലെ പഴയകാല മിഠായികളുടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇതൊരു ചെറിയ മോഡലുള്ള വാക്വം ക്ലീനറാണ്. അപ്പോൾ നമുക്ക് വലുത് മേടിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെയുള്ള ചെറുത് മേടിക്കാം. അത്യാവശ്യത്തിന് പൊടി പോകുമെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ഗ്ലാസ്സുകളുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. ഗ്ലാസ്, വാച്ച്, ക്യാപ്പ്, ഇത് മൂന്നും കുറച്ചധികം ഇപ്രാവശ്യം കളക്ഷൻസ് വെച്ചിട്ടുണ്ട്.
ഈ മോഡൽ ഡ്രസ്സാണ് ഇപ്രാവശ്യത്തെ പുതിയ മോഡലായിട്ട് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കോട്ടൻ്റെ സമ്മറിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സാണത്. പലതരത്തിലുള്ള ചിപ്സ് അവിടെ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബീട്രൂട്ട് ചിപ്സ്, പിന്നെ ഏകദേശം എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ടുള്ള ചിപ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇതിനൊക്കെ. ഇതും അതുപോലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് മാറ്റിൽ നിന്നും കാർപ്പറ്റിൽ നിന്നൊക്കെ വേസ്റ്റുകൾ എടുക്കാൻ പറ്റുന്ന പോലത്തെയുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇലക്ട്രിക് ഒന്നല്ല, മാനുവലി ചെയ്യാവുന്നതാണത്. അതുപോലെ തന്നെ ഖാദിയുടെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ഇപ്രാവശ്യത്തെ ഒരു ഹൈലൈറ്റാണ്. ഈ സ്റ്റാൾ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകളാണ്. നല്ല കോട്ടൻ്റെ ഖാദിയുടെ ചുരിദാർ സെറ്റാണ്. നല്ല ഭംഗിയുണ്ട്, ഡിസൈൻസൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട്. ഒക്കെ 1000 റേഞ്ചുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോളും നല്ല പ്രത്യേകതയുള്ള ഒന്നാണ്. നല്ല വോളുമൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഈ ഷോപ്പ് കാണാൻ. ഇതതുപോലെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജാഗറി പൗഡറാണ്. അത് ഷുഗർ പേഷ്യൻസ് ഇപ്പം ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്.
ഈ സ്റ്റാളിൽ ഈ പടങ്ങൾ കണ്ട് എഡ്രിക്ക് ഞെട്ടിപ്പോയി. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പിക്ചേഴ്സ് കാണുന്നത്. അപ്പോൾ അവൻ വിചാരിച്ചത് ജീവനുള്ളവയാണെന്ന്. അവരുടെ കണ്ണടയുകയും തുറക്കുകയും കണ്ടപ്പോൾ ലഡുവിന് ഭയങ്കര അത്ഭുതമായി.
ഇതും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു. നമ്മുടെ പഴയ ആൻറ്റീക്കായിട്ടുള്ള വസ്തുക്കൾ എക്സിബിഷൻ വെച്ചിട്ടുള്ള ഒന്നായിരുന്നു. കുട്ടികൾക്കൊക്കെ ഈ 10 പൈസ 20 പൈസ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. 20 കിഡ്സ് ഒന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ പലതരത്തിലുള്ള എല്ലാ വർഷവും വരുന്ന തരത്തിലുള്ള ഗെയിംസും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പലതരം ഗെയിംസും റൈഡ്സും ഉണ്ടായിരുന്നു അവിടെ. ISROൻ്റെ ഒരു വലിയ ഒരു സ്റ്റാൾ തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു 3D ലുക്കിലുള്ള എക്സിബിഷനാണ് അവരവിടെ ഒരുക്കിയിരുന്നത്. രാത്രി ഒരു 8 മണിക്ക് പോയത് കൊണ്ട് തന്നെ അധികം തിരക്കില്ലാതെ ചൂടും കുറവായി നമുക്ക് കണ്ടുവരാൻ പറ്റി. വളരെ നല്ലതായിരുന്നു സ്റ്റാളുകളും. നിങ്ങളും പോയി കാണൂ. കാണാൻ പറ്റാത്തവർ ഞങ്ങളുടെ വീഡിയോ കാണൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്